അർച്ചന, ഏതായാലും ജസീൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചർച്ച ഇന്നലെ തൊഴിൽ വകുപ്പിനോട് അവർ പറഞ്ഞത് വെള്ളിയാഴ്ച പറഞ്ഞത് തിങ്കളാഴ്ച ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കാം, അതിനുശേഷമേ ഇക്കാര്യങ്ങൾ അതായത് പിരിച്ചുവിടൽ മരവിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. പിന്നീട് ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഇപ്പോൾ ജസീൽ സംസാരിച്ചത് തന്നെ വെള്ളിയാഴ്ച രാത്രിയോടുകൂടി 2.5 മാസത്തെ ശമ്പളം അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ അവർ പിന്നോക്കമല്ല, അവർ ഈ നിലപാട് തന്നെയായി മുന്നോട്ട് പോവുകയാണ്, പിരിച്ചുവിടൽ തന്നെയാണ്. അതല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും ഇതുവരെയുള്ള നീക്കങ്ങളിൽ നിന്ന് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് പിരിച്ചുവിടലുമായി മുന്നോട്ട് അവർ പോവുകയാണ്. തൽക്കാലത്തേക്ക് മരവിപ്പിക്കണം എന്ന നിർദ്ദേശം നൽകിയെങ്കിലും അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് കമ്പനി അധികൃതർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ ആശങ്ക തന്നെയാണ് ഇപ്പോൾ തൊഴിലാളികളെല്ലാം തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നത്. നാളെയാണ് ഈ ഒത്തുതീർപ്പ് ചർച്ച തീരുമാനിച്ചത്. ആ ചർച്ചയിൽ അവർ പങ്കെടുക്കില്ല എന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കാരണം ഒരു തരത്തിലും അവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായും അതിൽ നിന്ന് നിസ്സഹകരണമാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതെന്ത് ആകും, എന്താണ് ഇതിൻ്റെ ഭാവി എന്നത് കാര്യത്തിൽ ഈ ഒത്തുതീർപ്പ് ചർച്ചയിൽ മാത്രമേ തീരുമാനമാവുകയുള്ളൂ. അതിൽ ഒരു അനിശ്ചിതത്വം തുടരുന്നതാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ ആശങ്കയിലാക്കുന്നത്. എന്തായാലും 800-ലധികം തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഈ തൊഴിൽ ഇല്ലാതെ പെരുവഴിയിലായിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതമാർഗം ആണ്, അത് പൂർണ്ണമായും നിലച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനൊരു ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലേബർ കോഡ് തന്നെയാണ്. ശിശു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന ഈ ലേബർ കോഡ് തന്നെയാണ് ഇവിടെയും വില്ലനായിരിക്കുന്നത്. അത് എത്രത്തോളം തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കും എന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം അന്ന് ഈ പ്രശ്നം നടക്കുന്ന അന്ന് രാവിലെ തൊഴിലാളികൾ ഓഫീസിലേക്ക് എത്തുന്നു, അതിനുശേഷം ഇത്തരത്തിൽ ഇതിൻ്റെ കമ്പനി അധികൃതർ എത്തുന്നു, അവർ വക്കീലുമായിട്ടാണ് എത്തുന്നത്. അവർ ഈ ലേബർ കോഡിൽ, അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന ഈ ലേബർ കോഡിലെ ഓരോ നിയമങ്ങളും ഈ തൊഴിലാളികൾക്ക് വായിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ആ നിയമം ഇവിടെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ ഇത്തരത്തിൽ ഈ 800-ലധികം വരുന്ന ജീവനക്കാരനെ പിരിച്ചുവിടണമെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. പക്ഷേ അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ലേബർ കോഡ് മുൻനിർത്തിയാണ് ഈ അഭിഭാഷകരൊക്കെ സംസാരിച്ചത്. അങ്ങനെയാണ് ഈ പ്രശ്നം, അതായത് ഇത്രയും ആളുകളെ പിരിച്ചുവിടുന്ന രീതിയിലേക്ക് ഈ കമ്പനി എത്തിയത്. അതിലേറ്റവും പ്രധാനമായും ഈ ലേബർ കോഡ് തന്നെയാണ് വില്ലനായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടി എത്രത്തോളം തൊഴിലാളികളെ ജീവിതത്തെ ബാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഈ വിഷയത്തിലും കാണുന്നത്. യു-പിയിൽ നമുക്കറിയാം, യു-പിയിലും മറ്റിടങ്ങളിലൊക്കെ ആണെങ്കിലും വിവിധ സംസ്ഥാനങ്ങളിലാണെങ്കിലും ചെറിയ തുകയ്ക്കാണ് ഇത്തരത്തിൽ കോർപ്പറേറ്റ് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നു എന്നത് പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുകയാണ്. പക്ഷേ കേരളത്തിൽ അതൊന്നും നടപ്പിലാകുന്നില്ല. അതാണ് അവരെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിൽ ഇത് നഷ്ടത്തിലോടുന്നു എന്ന രീതിയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തന്നെ കാരണമെന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവിടെയൊക്കെ ഈ ലേബർ കോഡ് വെച്ചിട്ട് തന്നെയാണ് അവരെ ഈ തൊഴിലാളികളെല്ലാം ചൂഷണം ചെയ്യുന്നത്. വളരെ തുച്ഛമായ പൈസയ്ക്ക് അധിക സമയം ജോലി ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. ലേബർ കോഡിന്റെ ആദ്യ ഇരുട്ടടി, ലേബർ കോഡ് ജീവിതത്തിൽ എങ്ങനെയാണ് ആഘാതമായി പതിക്കുന്നതെന്ന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരുപക്ഷേ എറണാകുളത്ത് നിന്ന് കൊറോ ഹെൽത്ത് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്നത്. 800ഓളം തൊഴിലാളികളെയാണ്, ജീവനക്കാരെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടത്. വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്.